guys, welcome back to my channel. Welcome back to another episode of my workout series. This is Muhammad Shibin here. We are gonna hit shoulders today. ഇന്ന് ഷോൾഡേഴ്സ് ആണ്, ഹൈ ഇൻറ്റൻസിറ്റി ഷോൾഡേഴ്സ്. അവിടുത്തെ തിരക്ക് കണ്ടാൽ തിരിയും ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യാൻ പറ്റുമോ ഇല്ലേന്നൊക്കെ. കാരണം ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, ഫുള്ള് പിള്ളേറാണ്. ഈ ചെറിയൊരു ഞാൻ ഇന്നലെ കണ്ടിന്യൂ ഏകദേശം ഒരു 10 വയസ്സുണ്ടാവും തോന്നുന്നില്ല അവനൊന്നും. അവനൊക്കെ വന്നിട്ട് കഷ്ടപ്പെട്ട് വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നു. സോ മേ ബി നല്ലതായിരിക്കും, നല്ലതല്ലായിരിക്കും, അതിൻ്റെ സയൻറ്റിഫിക് വശമൊന്നും അറിയത്തില്ല. ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് ഗുഡ് ഫോർ അതേഴ്സ്. ബിക്കോസ് ഈറ്റിംഗ് അതിലോട്ടില്ല ഓടി കളിക്കുമ്പോൾ വെയിറ്റ് ആരും കാലിൽ ഗുണമിക്കണ്ടേ, പിന്നെ നമുക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 15 years എങ്കിലും ആവുന്നവരെ, ലൈക്ക് യുവർ ഓൺ യുവർ 10th grade ഓർ സംതിങ്, ആ ഒരു ടൈം വരെയെങ്കിലും കുട്ടികളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും മറ്റുള്ളവർക്കും നല്ലത്. അവരെ കുട്ടികളുടെ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ സ്റ്റിൽ സജസ്റ്റ് ഫോർ അതർ പീപ്പിൾ, അത് ബെറ്റർ ആയിരിക്കും. കാരണം ജിമ്മിലൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്കൂൾ തുറന്നു, പക്ഷേ എന്താണെന്ന് അറിയില്ല. ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈവൻ ഒരു 7-8 ആയിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനൊരു 4 o'clock തുടങ്ങിയതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ലെഗ് വർക്കൗട്ട്, ക്വാഡ് വർക്കൗട്ടൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാണാം. അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ വണ്ടി കയറി, കുഴപ്പമൊന്നുമില്ല, വണ്ടി കയറി ഞാൻ വീട്ടിലെത്തി. ആ ഒരു 10 minutes ആയിട്ടുണ്ടോ ഞാൻ വീട്ടിൽ നിന്ന് അവിടെ എത്താൻ വേണ്ടി. ഒരു 10 minutes, മാക്സ് ടു മാക്സ് 10 minutes, അതിൽ കൂടത്തില്ല. ഞാൻ വീട്ടിൽ ഇറങ്ങാൻ ശ്രമിക്കുമ്പം അവിടെ ഒരു സ്റ്റക്കാവൽ. എനിക്ക് ഫുള്ളായിട്ട് നിവരാൻ പറ്റുന്നില്ല. എൻ്റെ മസിലൊക്കെ ഫുള്ള് ക്രാംഡപ്പായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറവായിരുന്നു എൻ്റെ ബോഡിയിൽ. എന്നിട്ട് ഞാൻ കുറേ ഉപ്പിട്ട വെള്ളം കുടിച്ചു, ഇലക്ട്രോലൈറ്റ്സ് മാക്സിമം കയറ്റാൻ ശ്രമിച്ചു. അപ്പം അങ്ങനെ എങ്ങനെയല്ലോ റെഡിയായി. അല്ലാണ്ട് എനിക്ക് നിവരാൻ പറ്റുന്നില്ല. എൻ്റെ കാല് ഫുള്ളായിട്ട് എനിക്ക് സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുന്നില്ല, മുട്ട് സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുന്നില്ല തീരെ. അങ്ങനെ ഞാൻ വിചാരിച്ച് പെട്ടു. കാരണം ഈ ഒരു പെയിൻ ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ എനിക്ക് മിക്കവാറും ഉറക്കത്ത് ഇത് വരും. ഉറക്കത്ത് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കിടന്ന് പിടക്കല. ഇതേ സെയിം സംഭവം എനിക്ക് വയറിനും വരാറുണ്ടായിരുന്നു. വയറിന് വന്നാൽ പിന്നെ അയ്യോ, അത് ജിമ്മിന്ന് ബാക്ക് ടു ബാക്ക് ഒരു 10-20 പ്രാവശ്യം എനിക്കിങ്ങനെ വന്നുകൊണ്ടിരുന്നത് ഞാൻ ദുബായിലുണ്ടായ ടൈം. എന്നിട്ട് അവിടെ നിന്നാണ് ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ സംഭവമൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അത് വെള്ളം ശരീരത്തിൽ കുറയുന്നത് കാരണമാണ് ഇങ്ങനെ ഒരു ക്രാമ്പിംഗ് അപ്പ് വരാൻ കാരണം എന്നുള്ളത്. എനിവേയ്സ്, അതെങ്ങനെയോ ഞാൻ തരണം ചെയ്തു. ഇപ്പം ലെഗ്സ് ആർ ഫീലിംഗ് ഓൾ ഗുഡ്. ഒരു ലെഗ് വർക്കൗട്ട് നല്ല രീതിയിൽ ആ പോസ് കോട്ടൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ട്, നല്ല രീതിയിൽ പമ്പായിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എന്താ പറയുക, ആ മസിൽ ഹൈപ്പർട്രോഫി എന്നുള്ള ഇത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ ആഫ്റ്റർ വർക്കൗട്ട് വീട്ടിലെത്തിയതിന് ശേഷം. പിന്നെ അപ്പോൾ ഇന്ന് ഷോൾഡർ വർക്കൗട്ടാണ്. ഷോൾഡർ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാറുണ്ട്, പണ്ട് മുതലേ അങ്ങനെയാണ്. ബട്ട് എനിക്ക് ആബ്സും കൊടുക്കണമെന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഷോൾഡർ ആൻഡ് ആബ്സ് എന്ന് പറയുമ്പോൾ ഒരു 2 വർക്കൗട്ട് ആബ്സിന്, ബാക്കി ഒരു 4 to 5 വർക്കൗട്ട് ഷോൾഡറിന്. ഷോൾഡർ പിന്നെ ട്രാപ്സും ഉണ്ടാവും. ഷോൾഡർ, ട്രാപ്സ്, ആബ്സ്. ഞാൻ ഇതുവരെ കാർഡിയോ കുറച്ച് ചെയ്തിട്ട് കുറച്ചധികം ദിവസം ഞാൻ പ്ലാനിങ്ങിൽ വെച്ചിട്ടുണ്ട് കാർഡിയോ ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. ഇനി നാളെ മുതൽ കാർഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ വർക്കൗട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു തിരക്ക് കാരണം ഞാൻ ആക്ച്വലി ഒരു 9 o'clock ആ ഒരു റേഞ്ചിലേക്ക് മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 8 o'clock എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 9 o'clock ജിമ്മിൽ പോകുന്ന വിധം. പക്ഷെ എങ്കിൽ 11 o'clock ലേഡീസ് ടൈമാണ്. അതാണ് അടുത്ത വിഷയം. 11 o'clock ആയിക്കഴിഞ്ഞാൽ പിന്നെ ലേഡീസ് ടൈം. അപ്പോൾ ഒരു ബെയർലി 2 hours എനിക്ക് കിട്ടത്തുള്ളൂ. ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വർക്കൗട്ട്സ് മര്യാദക്ക് നടക്കത്തില്ല. പിന്നെ ലേഡീസൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ഞാനിന്ന് കിച്ചൺ സ്കെയിലൊക്കെ മേടിച്ചു. ഞാൻ കുറച്ച് കാലം അത് ഓർഡർ ചെയ്തിട്ട്, അതിപ്പോഴാണ് എത്തിയത്. ഞാൻ ആമസോണിൽ ഒരു കിച്ചൺ സ്കെയിൽ മേടിച്ചിട്ട് എനിക്ക് വെയിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി ഇല്ല. അതിന് കൂടെ തന്നെ എനിക്ക് ജസ്റ്റ് ബെഞ്ച് പ്രസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. കാരണം ഞാൻ റോഡ് ടു 100 kg ആണ്. ഈ ഒരു 100 kg എത്തിക്കേണ്ട ഒരു ശ്രമത്തിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് വൺ സെറ്റ് അല്ല, ഒരു 10 reps എന്നുള്ള ലെവലിലെങ്ങാനും ഒരു ജസ്റ്റ് ഒന്ന് ബെഞ്ച് പ്രസ് മാത്രം വിത്ത് ലോവർ വെയ്റ്റ്സ് വാമപ്പ്. പിന്നെ അങ്ങനെ കൂട്ടി 100 kg ഒന്ന് റെപ്പ് അടിക്കണം. ഒരു റെപ്പ് എനിക്ക് ക്ലീൻ റെപ്പായിട്ട് എനിക്ക് അടിക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു
പ്രിപ്പറേഷൻ കൂടിയായിരിക്കും. സോ ഇന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. അതിന് മുമ്പ് ആബ്സ് ഒന്ന് ടച്ച് ചെയ്യണം. ആബ്സ് കഴിഞ്ഞ് ചെസ്റ്റ് കഴിഞ്ഞ് ഷോൾഡർ ഒരു 4-5 വർക്കൗട്ട് ഉണ്ട്. കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ട്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് ട്രാപ്സ് ബേസിക്കലി ജസ്റ്റ് 2 വർക്കൗട്ട്സ് ജസ്റ്റ് ഒന്ന് സ്മിത്ത് മെഷീനിലോ അങ്ങനെ ഇതിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഞാൻ ജിമ്മെത്തി. സോ ഗായ്സ് പ്ലീസ് സബ്സ്ക്രൈബ് മാൻ. ഇതൊക്കെ എന്ന് പറയുമ്പം ഐ വോണ്ട് മോർ സബ്സ്ക്രൈബേഴ്സ് ഓബ്വിയസ്ലി. ഞാനിത് ചെയ്യുന്നതിൻ്റെ എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് വെറുതെ അല്ലല്ലോ. സോ ഐ നീഡ് സം ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഫ്രം യു ഗൈസ്. ഡു സബ്സ്ക്രൈബ്. സോ I'll skip to gym and we'll talk there. So back at the gym. We are starting with abs കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബെഞ്ച് ചെയ്യണം. മാക്സ് 100 kg ആക്കാൻ ശ്രമിക്കണം. Then shoulder and traps. ജസ്റ്റ് ഒന്ന് ആബ്സിന് ടച്ച് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 10 kg സ്റ്റാർട്ട് ചെയ്യാനായിരിക്കുന്നു. അധികം പോകാൻ താല്പര്യമില്ല. ലെഗ് കളിച്ചിട്ട് ചെറിയൊരു ബാക്ക് പെയിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ഇതിൽ കൊടുക്കാനുണ്ട്. 10 kg തന്നെ മാക്സിമം റെപ്സ്. ഇനി ജസ്റ്റ് ഒന്ന് പുഷപ്പിൽ വാമപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചു. ഇന്ന് ആക്ച്വലി ചെസ്റ്റ് 2 കളി കളിക്കാമെന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അതായത് ജീവിതകാലം മൊത്തം ബൾക്ക് ചെയ്ത ഒരാൾ അങ്ങനെ ഉണ്ടാവും. ആ ഒരു ടൈപ്പ് സാധനം വരുന്നുണ്ട്. ഒരു ഫ്രണ്ട് ആദ്യം. അപ്പോൾ അവനും കൂടി ഇന്ന് കളിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
സോ അവന് ചെസ്റ്റ് ഡേ ആണ്. സോ ഞാൻ വിചാരിച്ച് ചെസ്റ്റ് അവൻ്റെ കൂടെ തന്നെ കളിക്കാം. അടിയാണ് ബെഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അടിയാന്നുണ്ടെങ്കിൽ ഫുള്ള് പിള്ളേരാണ്. ഈ ഒരു ടൈം ആയതാണെന്ന് തോന്നുന്നു, ഭയങ്കര തിരക്ക്. എനിവേസ് എൻ്റെ ഇത് വർക്കൗട്ട് ചെയ്തല്ലേ പറ്റൂ. സോ ഇത് 60, 70, 80 kgs ആയി. 80 kgsൻ്റെ മുകളിൽ പോകാൻ പറ്റുമോ അറിയില്ല, ബട്ട് ഐ ഷാൽ ട്രൈ. തേർഡ് സെറ്റാണ്. സോ 80 kgs വരെ പോയി. സ്പോട്ട് ചെയ്താൽ മതി, സപ്പോർട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്താൽ മതി. ആ പോലെ 95 ആയി, ഇനി 100 ആക്കണം. 100 ഒരു ക്ലീൻ റെപ്പാണ് ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റ് ഇത് കറക്റ്റ് ലെവലാക്കട്ടെ. ഡെത്ത് ഗ്രിപ്പ് പിടിക്കണം. ഡെത്ത് ഗ്രിപ്പ് സൂയിസൈഡ് ഗ്രിപ്പ് വേണ്ട. ഒരു പേരുണ്ടെങ്കിലും പോട്ടറാന്ന് പറഞ്ഞ കാര്യമില്ല. ഇത്രയും വെയിറ്റില്ലേ, സപ്പോർട്ട് കൊടുക്കണ്ടേ, ജസ്റ്റ് സ്പോട്ട് ചെയ്താൽ. മതി, റിസ്ക് എടുക്കുന്നില്ല. ചിക്കനോട് എത്തിയിട്ടുണ്ട്. ഓ 35 ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം. എൻ്റെ ഷോൾഡറിലേക്ക് കിടക്കാം. ഷോൾഡർ പ്രസ്. ജസ്റ്റ് ഷോൾഡറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ആബ്സ് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഷോൾഡറാണ്. So yeah, just warm up. You're starting with 20.
സൂക്ഷിച്ച്. ഓക്കെ, താങ്ക്സ് ഡാ. അടുത്തോ. സപ്പോർട്ടേ. അടി അതിന് സപ്പോർട്ട് ചെയ്തോ, സ്പോട്ട് ചെയ്തോ. Easy push. Come on, easy. ഫ്രണ്ടിന് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം വേസ്റ്റായി സത്യം പറഞ്ഞാൽ. ഞാൻ ആബ്സ് കഴിഞ്ഞ് നേരെ ബെഞ്ച് പ്രസ്സും കഴിഞ്ഞിട്ട് നേരെ ഷോൾഡർ അടിക്കാന്നുള്ള ഇതായിരുന്നു. ഷോൾഡർ അടിക്കാൻ ഏകദേശം 1/2 മണിക്കൂറോളം ലേറ്റായി. സോ പമ്പൊക്കെ കുറച്ചൊരു ഇതായ പോലെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാനിന്ന് എല്ലാ മസിൽസും കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓൾസോ റെസ്റ്റ് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വർക്കൗട്ടാണ്. ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ലാറ്ററൽ റൈസ് ചെയ്തതിനാൽ കുറച്ചുകൂടി സ്ട്രെച്ച് കിട്ടും. റൈറ്റിൽ കിട്ടുന്നില്ല, ലെഫ്റ്റിൽ കിട്ടുന്നില്ല. ഫ്രണ്ട് ഡെൽറ്റ് റൈസ് ആണ്.
ലാസ്റ്റ് സെറ്റാണ്. ആൻഡ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് റിയർ ഡെൽറ്റിനും കൂടി ഒരു വർക്കൗട്ടും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ദെൻ ഗോയിങ് ടു ട്രാപ്സ്, ദെൻ ഐം ഡൺ. സോ ഇതാണ് ലാസ്റ്റ് സെറ്റ് വർക്കൗട്ട്. ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ഷോൾഡർ ആൻഡ് ട്രാപ്സ്. നല്ലോണം ടയേർഡായിട്ടുണ്ട്. സോ സ്മിത്തി കൊടുക്കുന്നതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡമ്പൽ പിടിക്കുമ്പം ആ ഒരു ബാലൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനനുസരിച്ച് ലോവർ ബാക്കിന് പെയിൻ വരും. സോ ബെറ്റർ ടു ഗോ വിത്ത് സ്മിത്ത് മെഷീൻ. ആ ഒരു പെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഗായ്സ്, അപ്പം ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. അതോടൊരു കാര്യം പഠിച്ചു, ഒറ്റ കളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ആക്ച്വലി ഒരു പാർട്ട്ണർ ഇല്ലാത്തതിൽ വിഷമിച്ചിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെയും നിങ്ങളുടെയും എന്തായാലും വർക്കൗട്ട് റെജീം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടോട്ടൽ എയിം, ഒരു ടാർഗറ്റ് ഉണ്ടാകണം, അത് സെയിം ആയിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു പാർട്ട്ണർ കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇന്നത്തോടെ മനസ്സിലാക്കി. ബിക്കോസ് വളരെ ലേറ്റായിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ അത് വെച്ചാൽ അവനെ കുറ്റം പറയുന്നല്ലേ, അത് അവൻ്റെ ഇതാണ്. അവനെന്ന് വെച്ചാൽ സെറ്റ്സിന് ശേഷം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കും. ഏകദേശം ഒരു 2-3 minutes ആണ് അവൻ്റെ റെസ്റ്റ് ടൈം. അത് ഒപ്റ്റിമലാണ് ആക്ച്വലി. ബട്ട് എനിക്ക് നേരെ അതേ പക്ഷം എനിക്കൊരു 1 minute ആണ് എൻ്റെ റെസ്റ്റ് ടൈം. അപ്പം അത് അലൈൻ ആവില്ല ഒരിക്കലും. സോ ബേസിക്കലി അവൻ്റെ റെസ്റ്റ് ടൈമിൽ എനിക്ക് 2 വർക്കൗട്ട് ചെയ്യാം. അപ്പം ആ ഒരു ഇഷ്യൂസൊക്കെ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഐദർ നിങ്ങൾക്ക് കുറേ കാലമായി നിങ്ങളുടെ കൂടെ ഒരു, അതായത് സ്റ്റാർട്ടിങ്ങിലെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യുക. അതേ അല്ലാത്ത പക്ഷം വർക്കൗട്ട് അലോൺ. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇന്നത്തോടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. പക്ഷെ ഞാനിവിടെ എൻ്റെ ഇന്ന് കൂടെ വന്ന ഫ്രണ്ട് മോശക്കാരനോ അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. അവൻ അങ്ങനെയാണ്. ഹീസ് ബീൻ ട്രെയിനിങ് ഫോർ ഏകദേശം ഒരു 2-3 years ആയിട്ട് അവൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. സോ അവൻ്റെ റെജീം ഇങ്ങനെയാണ്, അവൻ്റെ വർക്കൗട്ട് റുട്ടീൻ ഇങ്ങനെയാണ്. സോ അത് ഞാനായിട്ട് ഇപ്പം മാറ്റാൻ പറ്റില്ല. സോ എൻ്റെ വർക്കൗട്ട് എനിക്കും മാറ്റാൻ പറ്റില്ല. അപ്പം ബെസ്റ്റ് ഓപ്ഷൻ, ഇഫ് യു ഡോണ്ട് ഹാവ് എ പാർട്ട്ണർ വിത്ത് യു, വർക്കൗട്ട് അലോൺ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ആൻഡ് പിന്നെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ജിമ്മിൽ. തിരക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു റോപ്പ് ഞാൻ ഫേസ് പുള്ളിനൊരു റോപ്പ് ചെയ്ത് എനിക്ക് വേണ്ടി ചെസ്റ്റ് ഫ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആ റോപ്പ് ഊരി നിലത്ത് വെച്ചതാണ്. പിന്നെ റോപ്പ് കാണുന്നില്ല, എവിടെ പോയി എന്നൊരു പിടിയുമില്ല. പക്ഷെ പിന്നെ കുറേ നോക്കി അതിനെ കണ്ടില്ല. പിള്ളേരെ കൊണ്ട് ഭയങ്കര, അവർ ആക്ച്വലി വർക്കൗട്ട് ചെയ്യാൻ വരുന്നതല്ല, ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വല്ല മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് വരുന്നതോ അറിയത്തില്ല. എനിവേസ് ഇന്ന് വർക്കൗട്ട് മോശമില്ലായിരുന്നു. ബട്ട് ഇന്ന് എനിക്കൊരു പേഴ്സണൽ ബാഡ് ന്യൂസ് ഉണ്ടായി. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ഫാദറിന് അസുഖമില്ലാത്തൊരിതായി. സോ എനിക്ക് അന്നേരം പിന്നെ വർക്കൗട്ട് ചെയ്യേണ്ട ആ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഒരു ന്യൂസ് കിട്ടിയപ്പോൾ ഞാൻ വർക്കൗട്ട് മിഡിൽ ഓഫ് ദ വർക്കൗട്ടാണ് എനിക്ക് ന്യൂസ് കിട്ടിയത്. ആൻഡ് റിക്വസ്റ്റിംഗ് ഓൾ യുവർ പ്രയേഴ്സ് ഫോർ ഹർ ഫാദർ. എൻ്റെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ടാണ്. അപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം ഐ ഫീൽ സാഡ്.
എനിവേസ് യാ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പം നാളെ ഇനി ബൈസ് ആൻഡ് റൈസ് ആണ്. നാളെ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് വരണം. ഞാൻ എൻ്റെ ഷിഫ്റ്റ് മോർണിംഗിലേക്ക് മാറ്റിയല്ലോ. ലൈക്ക് ഈ ഒരു മോർണിംഗ് ടൈമിംഗ് ഉണ്ട്, ഈവനിങ് ടൈമിംഗ് ഉണ്ട്. ബട്ട് അതെപ്പോഴാണ് കറക്റ്റ് ടൈമിന് പോകാമെന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഏർലി മോർണിംഗ് പോകണം, ബിക്കോസ് ഐ സ്റ്റേ അറൗണ്ട് ലൈക്ക് 2 to 3 hours അറ്റ് ദ ജിം. അപ്പോൾ ഒരു ഏർലി മോർണിംഗ് ഒരു 8 o'clock ഒക്കെ ആകുമ്പം ആരും ഉണ്ടാവില്ല. ഈ ഒരു ടൈമിൽ അതേ പക്ഷം വരുമ്പോൾ ഫുള്ള് പിള്ളേരാണ്. ആൻഡ് ഇവിടെ അടുത്ത എവിടെയും നല്ലൊരു എനിക്ക് എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ക്ലോസ് ബൈ ഉള്ളൊരു ജിം തന്നെ വേണം. എനിക്കങ്ങനെ ദൂരോട്ട് ട്രാവൽ ചെയ്തൊരു ജിമ്മിലേക്ക് പോകുന്നത് തീരെ ഇഷ്ടമല്ല. അതായത് അടുത്ത് തന്നെ ഉണ്ടെങ്കിലാണ് എനിക്ക്, അതായത് ഈസാണ്, ട്രാവലിങ്ങിൻ്റെ ഒരു ഈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ജിമ്മിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുള്ളൂ. ദൂരം ഓർത്തിട്ട് പിന്നെ ആ ഒരു അത്രയും ദൂരം ട്രാവൽ ചെയ്യണമെന്നല്ലോ, പിന്നെ വണ്ടി എടുത്ത് പോകണമെന്നൊക്കെ ആലോചിച്ച് ട്രാഫിക് ഉണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Thank you for staying till the end, and until next video, see you guys. Bye bye.